നല്ല ഒരു മൂവിയാണ്, കുഴപ്പമില്ല. നല്ല വിഷ്വൽസ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും തന്നെ ഇന്ദ്രൻ ചേട്ടൻ്റെ അഭിനയമാണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു. അടിപൊളി ഫിലിമാണ്. അടിപൊളിയായിരുന്നു. നല്ലായിരുന്നു. കൊള്ളാം. ഒരുപാട് കാലത്തിന് ശേഷം തിയേറ്ററിൽ ഒരു അടിയും കുത്തും കൊലപാതകമൊന്നും ഇല്ലാത്തൊരു നല്ല പടം കാണാൻ പറ്റി. കണ്ടു കഴിഞ്ഞാൽ ഹൃദയം ഒന്ന് നല്ല കുളിർമ കിട്ടി. ഒന്ന് ഫാമിലിയായി പോയി ഇരുന്ന് കാണാം. നല്ല മൂവിയായിരുന്നു. വർഷയുടെ ഫസ്റ്റ് മൂവിയാണ്. സോ എൻ്റെ ഫ്രണ്ടാണ് വർഷ. അപ്പം ഞാൻ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് വന്നത്. നല്ല മൂവിയാണ്. പിന്നെ വാരണാസി നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഞാൻ വേറൊരു മൂവിയിൽ കണ്ടിട്ടില്ല. അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ഫ്രെയിംസും കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ടുണ്ട്. ആൻഡ് അവരുടെ കോംബോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പോഴും അതിൻ്റെ ഇത് പോയിട്ടില്ല. ഭയങ്കര ഒരു ഫീൽ ഗുഡ് മൂവി. യെസ്, 2 സ്ഥലത്ത് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവും. വിഷ്ണു എന്ന് പറഞ്ഞിട്ടുള്ള ആക്ടറിൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ട്, അത് വല്ലാണ്ട് നമ്മളെ ഇതാവും. നല്ലൊരു മൂവി. നല്ല രസമുണ്ട്. നമ്മളിതുവരെ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു കോംബോ. ആൻഡ് നല്ലൊരു റൊമാൻറ്റിക് എന്ന് പറയുമ്പോൾ നല്ല ഒരു കോംബോ. താങ്ക് യു. നല്ല സിനിമയായിരുന്നു. നല്ല സിനിമ, നല്ല കഥ. ആ പ്രളയമൊക്കെ ഉണ്ടല്ലോ, നല്ല ഇഷ്ടമായി. തീർച്ചയായിട്ടും ഇഷ്ടമായി. അതുപോലെ അതിലേറെ ഇഷ്ടമായി. നല്ല കഥ. അമേസിങ്, ഫീൽ ഗുഡ്. നമ്മുടെ മനസ്സിൽ തൊടും. തിയേറ്ററിൽ നിന്ന് വെളിയിറങ്ങുന്ന സമയത്തില്ല നമ്മുടെ കണ്ണിയൊരു വിൽ ഗെറ്റ് ഇമോഷണൽ. അതാണ് ക്യാരി ചെയ്യും. ആൻഡ് ഇറ്റ്സ് ലൈക്ക് നല്ല സിനിമകൾക്ക് പുഷ് ചെയ്യണം. അതാണ് ബ്യൂട്ടിഫുൾ ഫിലിം. ബ്യൂട്ടിഫുൾ കോംബോ. ഫേസിലെ അമേസിങ് ക്യാമറ വർക്ക്, ഫ്രെയിംസ്. നമ്മൾ ആ വാരണാസി എത്തും. യു ഫീൽ. പിന്നെ മ്യൂസിക്, പിന്നെ പെർഫോമൻസ്, എവറിഥിങ്. ആൻഡ് ഡയറക്ടർ ഹാസ് ഡൺ എ ഗുഡ് ജോബ്. താങ്ക് യു. അടിപൊളി, നന്നായിട്ടുണ്ടായിരുന്നു. ഇതുവരെ ഇന്ദ്രൻസേട്ടന് നമ്മൾ ഇതുവരെ കാണാത്ത നല്ലൊരു സിനിമയായിട്ടുണ്ട്. വാരണാസി ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. നല്ല സിനിമ. നല്ല പടം. ഫീൽ ഗുഡ് മൂവി. നല്ല മൂവിയാണ്. ഫീൽ ഗുഡ് നൈസ് മൂവി. നല്ല സിനിമയായിരുന്നു. നല്ല സിനിമ. വെരി നൈസ് മൂവി. സൂപ്പർ മൂവി. നല്ല സൂപ്പർ ഫീൽ ഗുഡ് മൂവി. അടിപൊളി. നല്ല ക്ലാസ് മൂവിയാണ്. ഒരു കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഫീലുള്ളൊരു മൂവി. നല്ല പടം, നല്ല മൂവി. നല്ലൊരു ഫീൽ ഗുഡ് മൂവി. നൈസാണ്. സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ നല്ല രസമുണ്ട് കാണാൻ. നല്ല കോംബോ ആൻഡ് മ്യൂസിക് അടിപൊളിയായിട്ടുണ്ട്. വിഷ്വൽ കിടിലമാണ്. ഫുൾ ഓഫ് വാരണാസി സ്റ്റൈൽ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. അവിടെ പോയൊരു ഫീൽ കിട്ടും. സ്റ്റാർട്ടിങ് ടു എൻഡ് അടിപൊളി ഫീൽ ഗുഡ് മൂവി. എടാ മൈക്ക് തന്നോ, ഞാൻ പറയാം. ഒന്നും ഒരു രക്ഷയില്ല. ചിന്ന ആശയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ തന്നെയുണ്ട്. ചെറിയ ആഗ്രഹങ്ങൾ അല്ലേ, അതതിൻ്റെ തമിഴിലായിരുന്നു. പക്ഷേ ഈ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു 30 വയസ്സിന് മുകളിലുള്ള ആളുകളെ പടം കണ്ടാലേ ഡൈജസ്റ്റ് ആവുള്ളൂ. യൂത്തിന് അത്രമാത്രം അത് പിടിക്കുമെന്ന് എനിക്കറിയില്ല. എന്നാലും അതിഗംഭീര പടം. ഇന്ദ്രൻസും മധുബാലയും പടം അഭിനയിച്ചല്ല, ജീവിച്ചു തീർത്തു. എനിക്കിവിടുന്ന് അതാ ഇത്രയും പടം കേട്ട ആളുകൾ ഇറങ്ങാൻ പഠിക്കുന്നത് ആ കണ്ണ് തുറച്ചുകൊണ്ടിരിക്കുക. അത് പറയാൻ പറ്റില്ല. ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. ഭയങ്കര ടച്ച്. ഒന്നും പറയാനില്ല. കാരണം അടുത്ത കാലത്തെന്ന് പറഞ്ഞാൽ ഇതൊരു ആളുകൾക്ക് തോന്നുന്ന അവാർഡ് ചിത്രമാണെന്നൊക്കെ തോന്നും. പക്ഷേ അവാർഡുകൾ കിട്ടണം ഒരുപാട്. അത്രമാത്രം ഇതിന് എഫേർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നും പറയാനില്ല. ഇതിൽ കൂടുതൽ പറഞ്ഞാൽ അത് ഓവറാവും. കാണണം എല്ലാവരും. മലയാളത്തിലെ നല്ലൊരു സൈലന്റ് ഫാമിലി മൂവി. നല്ല മനസ്സിനെ പിടിച്ചിരുത്തുന്നൊരു ഫീലിംഗ്. നല്ല മനുഷ്യ എന്താ പറയുന്നത്, നല്ലൊരു അത്രയ്ക്കും പിടിച്ചിരുത്തുന്ന ഗുഡ് മൂവി. വർഷവാസുദേവൻ എന്ന് പറഞ്ഞ ഡയറക്ടർ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ദ്രൻ ചേട്ടൻ ഒന്നും പറയാനില്ല. കാരണം ഓരോ ചലനങ്ങളും അദ്ദേഹത്തിൻ്റെ ഇതാണ്. പിന്നെ മധുബാല എന്ന് പറഞ്ഞാൽ നമ്മൾ അടിച്ചുപൊളി കഥാപാത്രമല്ല, നല്ലൊരു മലയാളത്തൊരു നായിക കഥാപാത്രം വർഷവാസുദേവ് കൊടുത്ത് അതിലും അവരെ മറ്റു ഭാഷയിൽ നിന്ന് ഇയാൾ മലയാളത്തിലോട്ട് കൊണ്ടുവന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഉഗ്രസ്. നല്ല പടം. സൂപ്പർ.
ലാസ്റ്റ് ഞങ്ങളെ കരയിച്ചു. സൂപ്പർ സൂപ്പർ. കുഴപ്പമില്ല കുഴപ്പമില്ല. കുഴപ്പമില്ലായിരുന്നു. ആ കുഴപ്പമില്ല അവറേജ് കുഴപ്പമില്ല. ലാസ്റ്റ് ആദ്യം ഒരു ഇച്ചിരി എറിഞ്ഞു പോയി, ലാസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേനും കുഴപ്പമില്ല. പ്രണയിക്കാനൊക്കെ തോന്നി. കുഴപ്പമില്ലായിരുന്നു. ഒരു വാർത്തകാല പ്രണയം നല്ലതല്ലേ, നല്ല പടമായിരുന്നു കേട്ടോ, കുഴപ്പമില്ലായിരുന്നു. ആരെ കരയുന്നില്ല, എന്നാലും നല്ലൊരു അവസാനം കുഴപ്പമില്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലേ, കുഴപ്പമില്ലായിരുന്നു. ആ കുഴപ്പമില്ല. അവസാനം നന്നായിട്ടോ. ആദ്യം ഒരു ശകലം ഒരു ഇച്ചിരി ഒന്ന് വലിഞ്ഞു പോയാലും ലാസ്റ്റ് ആയപ്പോഴത്തേനും കുഴപ്പമില്ലായിരുന്നു. വാരണാസി നമ്മൾ പോയി കണ്ടിട്ടില്ല, ഇതിനകത്ത് കണ്ടതേ ഉള്ളൂ. കുഴപ്പമില്ലായിരുന്നു. നല്ല പടം, നല്ല പടം. നല്ല പടമായിരുന്നു, ഒത്തിരി ഇഷ്ടപ്പെട്ടു. വ്യത്യസ്തമായിട്ടുള്ളൊരു പടം. ഓ ഒരു രക്ഷയില്ലാത്ത തന്നെ കരയിപ്പിച്ചു. നല്ലൊരു ചിത്രം. കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു നല്ലൊരു വൈകാരികമായിട്ടുള്ള മുഹൂർത്തങ്ങളുള്ള ഒരു ചിത്രം. അതും നമ്മുടെ ഇന്ദ്രൻ ചേട്ടൻ്റെ ഒരു പെർഫോമൻസ്, മധുബാല ചേച്ചി, അതേപോലെ അപർണ ബാലമുരളി. ഇന്ദ്രൻ ചേട്ടൻ്റെ ഒരു അവാർഡ് വിന്നിങ് പെർഫോമൻസ് തന്നെയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കരിയറിലെ ബെസ്റ്റ് പെർഫോമൻസിൽ ഒന്ന് തന്നെയാണ് ചിന്ന ചിന്നാശയിലെ ഈ ഒരു കഥാപാത്രം. നല്ല നൈസ് മൂവിയാണ്. അത്യാവശ്യം ഫീൽ ഗുഡ് ആയിട്ടുള്ള നല്ലൊരു മൂവിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കോംബോ അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്.